ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പയ്യലക്കാവ് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ ഉത്സവ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പങ്കുവെക്കുന്നത്. കേരളത്തിലെ അപൂർവമായിട്ടുള്ള അർദ്ധനാരീശ്വര ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവിതാംകൂർ ദേവസ്വത്തിൽ കൊല്ലം ജില്ലയിൽ പയ്യലക്കാവ് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ ചരിത്രവും പറയണമെങ്കിൽ നമ്മൾ മറ്റൊരു വീഡിയോ എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം ചരിത്ര പ്രാധാന്യമുള്ള മണ്ണാണ് ഭഗവാന്റേത്. മേടം 1 തുടങ്ങുന്ന ഉത്സവം 10-ാം ഉദയത്തോടു കൂടിയാണ് പര്യവസാനിക്കുന്നത്. ഉത്സവത്തിൻ്റെ ആദ്യ 3 ദിവസങ്ങളിൽ മാത്രമാണ് ഭഗവാൻ പറക്കെഴുന്നള്ളുന്നത്. അതുപോലെ തന്നെ ഈ 10 ദിവസവും അമ്പലത്തിനുള്ളിൽ പറയിടുവാനും 10-ാം ദിവസം ഇതുപോലെ എഴുന്നള്ളത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് അമ്പലത്തിന് വെളിയിൽ പറയിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ദിവസവും ഉത്സവം നടത്തുന്നത് ഓരോ കുടുംബക്കാരും അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ തന്നെ പോഷക സംഘങ്ങളും ഒക്കെ ചേർന്നാണ്. നമ്മളിപ്പോൾ കാണുന്നത് 4 ഉത്സവത്തോടനുബന്ധിച്ചുള്ള താലപ്പൊലി ഘോഷയാത്രയാണ്. 4 ഉത്സവം നടത്തുന്നത് വനിതാ സംഘമാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള എല്ലാ വനിതകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായിട്ടുള്ള അമ്മമാർ വരെ ഈ താലപ്പൊലി ഘോഷയാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ മലയാള തനിമയിൽ താലപ്പൊലി എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കണ്ണിന് തന്നെ നല്ലൊരു വൈബാണ് കിട്ടുന്നത്. ഇതിനിടയ്ക്ക് വനിതാ സംഘത്തിൻ്റെ ഭാരവാഹികളെല്ലാം തിരക്കിട്ട ജോലിയിലാണ്. കാരണം ഇതുപോലുള്ള വനിതകളെല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. താലപ്പൊലി ലാഗാവരുത്. അതിനിടയ്ക്ക് രുദ്രമോളുടെ ഡാൻസൊക്കെ ഉണ്ട്. അവളില്ലാത്ത പരിപാടികളൊന്നുമില്ല. നമ്മുടെ താലപ്പൊലിയോടൊപ്പമുള്ള മറ്റൊരു കലാരൂപമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ശരിക്കും ഉലക്ക വെച്ചുള്ള ഡാൻസാണ്. പക്ഷേ ഇവർ ഒരുപാട് കളിച്ച് ക്ഷീണിച്ച് വന്നതുകൊണ്ട് ഉലക്ക അങ്ങോട്ട് മാറ്റി വെച്ച് അവരുടേതായിട്ടുള്ള സ്റ്റെപ്പിൽ അവർ ഡാൻസ് കളിക്കുകയാണ്. ഫ്രീ ആയിട്ട് ഡാൻസ് കളിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് നിർത്തി വന്നതുകൊണ്ട് എല്ലായിടത്തും കളിച്ചാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 7-ാം ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗംഭീര താലപ്പൊലി ഘോഷയാത്രയാണ്. ഈ 7-ാം ഉത്സവം നടത്തുന്നത് കുളത്തൂർ മുക്ക് യുവജന സമിതിയാണ്. ഇതിൽ പൂക്കാവടിയുണ്ട്, ചെണ്ടമേളമുണ്ട്, പിന്നെ പല രൂപത്തിലുള്ള ഫ്ലോട്ടുകളുണ്ട്. എല്ലാം ഭഗവാന്റെയും ദേവിയുടെയൊക്കെ തന്നെ ഫ്ലോട്ടാണ്. ഇപ്പോൾ സരസ്വതി ദേവി, കൃഷ്ണനും രാധയും, ഗണപതിയുണ്ട്, അയ്യപ്പനുണ്ട്. എന്താണ്ട് ശിവനും പാർവതിയും മുരുകനും ഗണപതിയൊക്കെ ആയിട്ടുള്ള ഓരോ ഫ്ലോട്ടുണ്ട്. പിന്നീടുള്ളത് ദാരികാവധത്തിൻ്റെ സഞ്ചരിക്കുന്ന ബാലെ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വേർഷനാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കലാരൂപമാണ്. പിന്നീട് ഇതിന് പുറകെ വരുന്നത് ശിങ്കാരിമേളം. പിന്നെ അതിന് പുറകെയാണ് ഗംഭീര താലപ്പൊലി ഘോഷയാത്ര വരുന്നത്. ഇതിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ താലപ്പൊലി ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ ഓരോ നമ്പർ കൂപ്പൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 50ഓളം ഭാഗ്യശാലികൾക്കാണ് സമ്മാനം ലഭിക്കുന്നത്. ഇത് ഓരോ സമ്മാനങ്ങളും ഓരോരുത്തരുടെ വകയായിട്ടാണ് സ്പോൺസർ ചെയ്യുന്നത്. അത് സംഘാടകർ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വനിതാ സംഘം നടത്തിയ പരിപാടിയിലും ഇങ്ങനൊരു ഏർപ്പാടുണ്ടായിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതിന് പിന്നാലെ വരുന്നത് തമ്പോലം എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. നമ്മുടെ ബാൻഡ് മേളമാണ്. പിന്നെ വരുന്നത് ആനയുടെ ഒരു മിനിയേച്ചർ രൂപമാണ്. ചൂടൊക്കെ ആയതുകൊണ്ട് ആനയൊന്നും ഇറക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റോബോട്ട് ആനയെ കിട്ടിയിട്ടുണ്ട്. ആ ആനയ്ക്ക് പുറകെ കുട്ടികളുടെ ആഗ്രഹമല്ലേ, അവർ ഡാൻസൊക്കെ കളിച്ച് നല്ല ഉത്സവം എൻജോയ് ചെയ്ത് വരികയാണ്. ഇനി നമ്മൾ കാണുന്നത് 10-ാം ഉത്സവത്തിൻ്റെ വിശേഷങ്ങളാണ്. എന്ന് പറയുമ്പം നമ്മുടെ ഇത്രയും ദിവസത്തെ ഉത്സവത്തിൻ്റെ എല്ലാം കൊട്ടിക്കലാശമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അടിച്ചു പൊളിക്കാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. ഇത് പല രൂപത്തിലുള്ള ഫ്ലോട്ടുകളും ബാൻഡ് മേളങ്ങളും മറ്റു കലാരൂപങ്ങളെല്ലാം ഇതോടൊപ്പം തന്നെയുണ്ട്. ക്ഷേത്രത്തിൻ്റെ പല സംഘടനകളും ഒരുമിച്ച് നിന്ന് ഉത്സവം നടത്തുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാൻഡ് മേളമാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതിൻ്റെ പുറകെ നമ്മൾ ഓരോ ഫ്ലോട്ടുകളാണ് ഇറങ്ങുന്നത്. ഓരോ സമിതികളുടെയും വകയായിട്ടുള്ള ഫ്ലോട്ടുകളാണ്. അതിൽ തന്നെ യുവജന സമിതിയുണ്ട്, വനിതാ സംഘമുണ്ട്, പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉപദേശക കമ്മിറ്റിയുടെ ഉണ്ട്. അങ്ങനെ ഓരോ ടീമിൻ്റെ ഫ്ലോട്ടുകളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഫ്ലോട്ടുകളൊക്കെ പോയതിന് ശേഷം അതിന് പിന്നാലെയാണ് എഴുന്നള്ളത്തും അതിനോടൊപ്പം തന്നെ നമ്മുടെ ശിവനും പാർവതിയുമായി ഒരുങ്ങിയ കുട്ടികളെ വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയും വരുന്നത്. ഇതിപ്പോൾ ഒരു ടീം അവരുടെ ഫ്ലോട്ട് വളരെ ആഘോഷപൂർവ്വം പുറത്തിറക്കുകയാണ്. അതിൻ്റെ ആഘോഷ പരിപാടികളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന് പിന്നാലെയാണ് എഴുന്നള്ളത്തും പിന്നെ അതിനുശേഷം അത് അലങ്കരിച്ച രഥത്തിൽ ശിവനും പാർവതിയുമായി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ വഹിച്ചുകൊണ്ട് പോകുന്നത്.
നമ്മുടെ ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 10ാം ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്രയിൽ ശിവപാർവതിമാരായി ഒരുങ്ങുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ പേര് മുൻകൂട്ടി തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയെ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളാണ് ശിവനും പാർവതിയുമായി ഒരുങ്ങുന്നത്. ആ കുട്ടികൾ 10ാം ഉത്സവം വരെ വ്രതം അനുഷ്ഠിക്കേണ്ടതുമാണ്. ഈ വർഷം ശിവനാകാൻ നറുക്ക് വീണത് നമ്മുടെ കല്യാണിക്കാണ്. പാർവതിയായത് ഇനിയാണ്. അപ്പോൾ നമ്മുടെ കല്ലു ശിവനായി മാറിയ മേക്കപ്പ് വീഡിയോ ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ഇടുന്നുണ്ട്. നമ്മുടെ ഫ്ലോട്ടിനുള്ളിലെ പാട്ടും ബഹളവും ഒക്കെ കേട്ടിട്ട് നമ്മുടെ അല്ലൂസിന് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. അവൻ വന്നത് തന്നെ ഫ്ലോട്ടിനൊപ്പം ഡാൻസ് കളിക്കാനാണ്. അപ്പോൾ കൂടെ കാത്തൂട്ടിയുണ്ട്. അപ്പോൾ പിന്നെ പറയണ്ട. അപ്പോൾ രണ്ടുപേരും കൂടെ പാട്ടൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ശിവപാർവതിമാർക്കായി സവാരി ചെയ്യാനായിട്ട് ഒരുക്കിയിട്ടുള്ള രഥം. ഇതിൽ 5 വെള്ളക്കുതിരകളെ പൂട്ടിയിട്ടുണ്ട്. 5 വെള്ളക്കുതിരകളെ പൂട്ടിയ മനോഹരമായിട്ടുള്ള, അതിൻ്റെ പേര് തന്നെ കൈലാസം എന്നാണ്. ഈ രഥത്തിൻ്റെ പേര് കൈലാസം എന്നാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു രഥമാണ്. എന്തായാലും പിള്ളേർക്ക് നല്ല സുഖമായിട്ട് അതിനകത്ത് കയറിയിരിക്കാം. കണ്ടാൽ തന്നെ അറിയാം, രാത്രിയാകുമ്പോഴത്തേക്കും ഈ രഥത്തിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ഇപ്പം തന്നെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഫുൾ ലൈറ്റ് സെറ്റിങ്ങും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ എഴുന്നള്ളത്തിറങ്ങാൻ സമയമായിരിക്കുകയാണ്. ഇതിന് മുൻപ് ഇറങ്ങിയിട്ടുള്ള ഫ്ലോട്ടുകളെല്ലാം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം എഴുന്നള്ളത്തിന് പുറകെ തന്നെ ശിവപാർവതിമാരെ വഹിച്ചുകൊണ്ടുള്ള രഥവും ഉടൻ തന്നെ പുറപ്പെടും. അങ്ങനെ ഇത് പഴഞ്ഞിക്കാവ്, ചെക്കാട്ടുകാവ്, പുതിയകാവ് വഴി പിന്നെ എത്തിച്ചേരുന്നത് നമ്മുടെ പയ്യലക്കാവിലേക്ക് തന്നെയാണ്. ഞങ്ങൾ നേരെ വിട്ടത് നമ്മുടെ വനിതാ സംഘത്തിൻ്റെ ഫ്ലോട്ടിൻ്റെ കൂടെയാണ്. അവർ അപ്പോൾ പഴഞ്ഞിക്കാവ് എത്തിയിരുന്നു. വനിതാ സംഘത്തിലെ ചേച്ചിമാരെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ബാഡ്ജൊക്കെ കുത്തിയാണ് നിന്നത്. അപ്പം കുട്ടികൾക്കെല്ലാം ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ പെട്ടെന്ന് വന്നു. അപ്പോഴേക്കും ഇവിടെ കുട്ടികളെല്ലാം ഡാൻസ് തുടങ്ങിയിരുന്നു. അപ്പം പ്രായമുള്ള അമ്മമാരും ചേച്ചിമാരും എല്ലാവരും, കൊച്ചുകുട്ടികളും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തിരുന്നു നമ്മുടെ ഉത്സവം. രുദ്രമോളുടെ ഡാൻസ് ഉണ്ട്, കാത്തുവിൻ്റെ ഡാൻസ് ഉണ്ട്, അല്ലൂസിൻ്റെ ഡാൻസ് ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ഉത്സവം നമുക്ക് ആഘോഷിച്ചു. എല്ലാം മറന്ന്, എല്ലാ ദുഃഖങ്ങളും മറന്ന് എല്ലാവരും ഒരുപോലെ ആഘോഷിച്ചു. ശരിക്കും ഞാനും ഇത്രയധികം എൻജോയ് ചെയ്ത ഒരു ഉത്സവവും ഇതുവരെ കാണില്ല. കാരണം നമ്മുടെ സാധാരണ ഉത്സവം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ ആ ഫ്ലോട്ടുകൾ വന്ന് കണ്ട് എല്ലാം സന്തോഷത്തോടെ പോകും. പക്ഷേ ഇത്രയും തുള്ളി ഡാൻസൊക്കെ കളിച്ച് ഫ്ലോട്ടിനൊപ്പം പോവുക എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അതിന് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് ആദ്യമായിട്ടാണ് വനിതാ സംഘം പങ്കെടുക്കുന്നത്. ഒരു വനിതാ സംഘം രൂപീകരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റ് കമ്മിറ്റികളോടൊപ്പം നിന്നൊരു ഫ്ലോട്ട് ഇറക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്തത്. കുട്ടികൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ഒരു 10ാം ഉത്സവത്തിനാണ്. കാരണം അവരുടെ ഇഷ്ടത്തിന് ഡാൻസ് കളിക്കുകയും അതോടൊപ്പം നടക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴൊന്നും കുട്ടികൾക്കൊരു ഉറക്കവും ഇല്ല, അവർക്ക് വിശപ്പും ഇല്ല, അങ്ങനെ ഒരു കാര്യവും അവർക്ക് വേണ്ട. അവർക്ക് ഇതിനോടൊപ്പം നടന്ന് തുള്ളിയാൽ മതി. അതാണ് അവരുടെ ആഗ്രഹം. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ആമിക്കുട്ടി വരെ വന്നിട്ടുണ്ട്. ആമിക്കുട്ടിക്ക് ഇതെല്ലാം കണ്ടപ്പോൾ അവൾക്കും ഡാൻസ് കളിക്കണം, ഇവരോടൊപ്പം അല്ലൂസിനോടൊപ്പം ഒക്കെ കിടന്ന് തുള്ളണമെന്നൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാം, വൈഷ്ണവിയുടെ കയ്യിലിരുന്ന് അവളും ഡാൻസ് കളിച്ചു. നല്ല രീതിയിൽ അവളും എൻജോയ് ചെയ്തു. കണ്ടില്ലേ, ഉത്സവത്തിൻ്റെ ആ ഒരു വൈബ് വരുന്നത് നമ്മൾ രാത്രിയിലാണ്. രാത്രിയിൽ ലൈറ്റ് സെറ്റിങ്ങും ബാക്കി ഉള്ള മേളവും എല്ലാം കൂടെ കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു വൈബാണ്. ഇപ്പോഴാണ് ഉത്സവത്തിൻ്റെ ശരിക്കും ഒരു വൈബ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അതിനിടയ്ക്ക് രുദ്രയ്ക്ക് ഉറക്കം വന്നപ്പോൾ അതിൻ്റെ തോളത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഡാൻസ് കളിക്കുന്നത് നിർത്താൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം ഒരു എനർജിയാണ് നമ്മൾ ഫ്ലോട്ടിനോടൊപ്പം നിൽക്കുമ്പോൾ. ഇത്രയും നല്ല അടിപൊളിയായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അടിപൊളിയായിട്ട് ഞാൻ ഇതുവരെ ഒരു ഉത്സവത്തിനും പോയിട്ടില്ല, ഒരു ഉത്സവം നമ്മൾ കൊണ്ടാടിയിട്ടില്ല. പക്ഷേ ഇത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഉത്സവ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.